നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലരുടെയും പ്രസ്താവനകളും വീഡിയോകളും ഒക്കെ തന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീലേഖ IPS ഒരു വീഡിയോ ചെയ്തിരുന്നു. സസ്നേഹം ശ്രീലേഖ എന്ന അവരുടെ യൂട്യൂബ് പേജിൽ. അതിൽ അവരും പറയുന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ അധിക ശിക്ഷയായി പോയി എന്നാണ്. കാമുകന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തിയതൊക്കെ ഒരു വലിയ കേസാണോ, വലിയ സംഭവമാണോ എന്നൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ടായിരുന്നു ശ്രീലേഖ IPSന്റെയും പ്രസ്താവനകൾ. അതിനോടൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ കേസിൽ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിധിയാണ് ഉണ്ടായത്. ശരിയാണ്, ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഈ വിധിയൊക്കെ മാറി മറിയും എന്നുള്ളത് നിയമജ്ഞർ തന്നെ പറയുന്നുണ്ട്. അതും ഗ്രീഷ്മ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന് വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അതായത് 38 വയസ്സിൽ പുറത്തിറങ്ങും എന്നുള്ള ആ അഹങ്കാരമാണ് അവർക്കിപ്പോഴും ഉള്ളത്. അതായത് ഗ്രീഷ്മയുടെ വിധി പ്രസ്താവിച്ച ജഡ്ജി അദ്ദേഹത്തിന്റെ പേനയുടെ മുന കുത്തി ഒടിച്ചില്ല. സാധാരണ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്, വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ പേന കുത്തി ഒടിച്ചു കളയണം എന്നാണ്. എന്നാൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അത് വിധി വരും മുൻപ് തന്നെ എനിക്കറിയാമായിരുന്നു ജഡ്ജി അങ്ങനെ തന്നെ വിധിക്കുമെന്ന്. പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് നടത്തിയ പ്രസ്താവനയാണ് ഇത്. എന്തായിരുന്നു അദ്ദേഹത്തിന് അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ കാരണം? അത് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന വേദനയിൽ ഏറ്റവും വലുതാണ് ഷാരോൺ രാജ് അനുഭവിച്ചത്. ഇത് കോടതിക്ക് മനസ്സിലാക്കാൻ കൂടി കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ശിക്ഷ പ്രതിക്ക് കിട്ടാൻ കാരണമെന്ന് വിനീത് പറയുന്നു. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ കേസ് വധശിക്ഷയിൽ അവസാനിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ആദ്യമായി തോന്നിയത് ശിക്ഷയെക്കുറിച്ച് കോടതി പരാമർശിക്കുന്ന വേളയിലാണ്. പ്രതിയെ അടുത്ത് വിളിച്ച ശേഷം ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് പ്രതി ഗ്രീഷ്മ പറഞ്ഞ കുറെ കാര്യങ്ങൾ കോടതി രേഖപ്പെടുത്തി. തുടർന്ന് പ്രോസിക്യൂട്ടറുടെയും പ്രതിഭാഗം അഭിഭാഷകന്റെയും വാദം കേൾക്കും. അതിനുശേഷമാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന കാറ്റഗറിയിലേക്ക് വിധി വരുമെന്ന് ബോധ്യപ്പെട്ടത്. ആ ബോധ്യം കോടതി കൂടി അംഗീകരിച്ചതോടെ വളരെ സംതൃപ്തിയാണ് തോന്നിയത്. വിധി എഴുതിയതിനു ശേഷം വിധി എഴുതിയ പേനയുടെ നിബ് ജഡ്ജി കുത്തി ഒടിച്ചില്ല. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി AM ബഷീറാണ് 568 പേജുള്ള വിധി പ്രസ്താവിച്ചത്. വിധിക്ക് പിന്നാലെ കോടതി മുറിക്കുള്ളിൽ അഭിഭാഷകർ ഉൾപ്പെടെ ഉറ്റുനോക്കിയത് ജഡ്ജി ആ പേന കുത്തി ഒടിക്കുമോ എന്നായിരുന്നു. AM ബഷീറിന്റെ അത്തരത്തിലൊരു നീക്കം കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ അഭിഭാഷകരെയും ഞെട്ടിച്ചു. ജഡ്ജി AM ബഷീർ അത്തരമൊരു വിശ്വാസമോ കീഴ്വഴക്കമോ പിന്തുടരാറില്ല എന്നാണ് മുതിർന്ന അഭിഭാഷകർ പറയുന്നത്. ഒരിക്കൽ വധശിക്ഷ വിധിച്ച് വിധിന്യായത്തിൽ ഒപ്പിട്ടാൽ ജഡ്ജി അത് പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഒഴിവാക്കാൻ പേനത്തുമ്പ് ഒടിച്ചു കളയുന്നു എന്നതാണ് ഒരു വാദം. ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുകയാണ് വധശിക്ഷയിലൂടെ പേന ചെയ്യുന്നത്. ഈ പേന മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന വിശ്വാസത്തിന്റെ പ്രതീകമായാണ് ജഡ്ജിമാർ പേന മാറ്റിവെക്കുകയോ ഒടിച്ചു കളയുകയോ ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു. ഇതിൽ രണ്ടിലും വിശ്വസിക്കാത്ത ന്യായാധിപന്മാരിൽ ഒരാളാണ് AM ബഷീർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പേന കുത്തിയൊടിച്ച് കളഞ്ഞില്ല. പക്ഷേ ഗ്രീഷ്മയ്ക്ക് അദ്ദേഹം മുൻപിൻ നോക്കാതെ ഒരു വിധി പ്രസ്താവിക്കുകയായിരുന്നില്ല. അതിൻ്റെ ഇഴ കീറി പരിശോധിച്ചുകൊണ്ട് പ്രതി ചെയ്ത ക്രൈമിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയതുകൊണ്ട് ഗ്രീഷ്മയുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ വ്യക്തമായ സാഹചര്യത്തിലാണ് AM ബഷീർ അത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരളം അദ്ദേഹത്തെ ഏറ്റെടുത്തതും.